സാധനം ചെയ്യുന്നിടത്ത് പുഴുക്കളുണ്ടോ? ഇത് അവർക്ക് ഗുണം നിങ്ങൾക്ക് ഉണ്ടാവും. നമസ്കാരം. ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു കപ്പ കൊണ്ട് ഒരു ജൈവവളക്കൂട്ടാണ് ചെയ്യാൻ പോകുന്നത്. അത് പത്തനംതിട്ട ജില്ലയിലെ അടൂർ ഉള്ള മൂന്നാളം ഭാഗത്തെ ശ്രീ സുരേഷ് കുമാർ എന്ന ജൈവ കർഷകനാണ് ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇത്തവണ നമ്മൾ ഒരു തികച്ചും വ്യത്യസ്തമായ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ജൈവ വളക്കൂട്ട്, ജൈവമേ ഉള്ളൂ നമുക്ക്. അതായത് പറമ്പിലെ കപ്പയ്ക്ക് നമ്മൾ ആരും രാസവളം ഇട്ട് ചെയ്യുന്നവരുണ്ട്. നമ്മൾ പൂർണ്ണമായിട്ടും ജൈവവളം തന്നെയാണ്. ഇത് മറ്റൊരു ജൈവവളമായിട്ട് എടുത്തിരിക്കുന്നത് ഒന്നാം തരം ഇതിൻ്റെ റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ കപ്പയാണ്. കപ്പ നമ്മൾ വില കൊടുത്ത് വാങ്ങി വേണേൽ ചെയ്യുക, അല്ലെങ്കിൽ പറമ്പിൽ ഇപ്പം കാട്ടുമൃഗങ്ങൾ, അതായത് കാട്ടുപന്നിയുടെ ശല്യം തന്നെ ഇവിടെ ഉണ്ട്. അപ്പം അങ്ങനെ കുത്തിമറിച്ച കപ്പ എടുത്താലും മതി. കപ്പ എടുക്കുന്നു, ഒരു തടിയിൽ വെച്ച് ഭംഗിയായിട്ട് അത് അരിയുന്നു. ഞാനിവിടെ അരിച്ച് വെച്ചിട്ടുണ്ട് കപ്പ. അതിനൊപ്പം നല്ല കടയിൽ നിന്നും നല്ല ഒന്നാം തരം നല്ല കുറഞ്ഞ ക്വാളിറ്റി മേടിക്കരുത്, നല്ല വേപ്പിന്റെ പിണ്ണാക്ക്. ഇവിടെ ഇപ്പോൾ വേപ്പിന്റെ പിണ്ണാക്ക് പൊടി തന്നെയാണ് എടുത്തിരിക്കുന്നത്. നല്ല ഒന്നാം തരം വേപ്പിന്റെ പിണ്ണാക്കിന്റെ പൊടിയാണ് ഉള്ളത്. ഇത് രണ്ടേ ഉള്ളൂ ഇതിന്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ. നമ്മൾ ഉപയോഗിക്കുന്ന കൂട്ടെന്ന് പറഞ്ഞാൽ കപ്പ എടുക്കുന്നു, വേപ്പിന്റെ കപ്പ ഭംഗിയായിട്ട് അരിയുന്നു. ഒരു 10 കിലോ കപ്പ എടുത്തിരിക്കുന്നു. അത് ഈ പറഞ്ഞ പോലെ നമ്മുടെ പ്രോപ്പർ ഏതെങ്കിലും പ്ലേസിൽ ഇരുന്നുകൊണ്ട് തടിയെ വെച്ച് അരിയുന്നു. ഈ അരിഞ്ഞ കപ്പ ഒരു 1 കിലോ അരിഞ്ഞത് നമ്മളൊരു യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ബാരലാണ് വേണ്ടത്. എപ്പോഴും ഒരു ബാരൽ കരുതിയിരിക്കുക. ഒരു 200 ലിറ്ററിന്റെ ബാരൽ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ തൽക്കാലം ഒരു ഡെമോൺസ്ട്രേഷൻ എന്നതിലേക്ക് ഞാനിതൊരു ബക്കറ്റിലോട്ട് ഇടുകയാണ്. 1 കിലോ കപ്പ അരിഞ്ഞിട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഈ വേപ്പിന്റെ പിണ്ണാക്കിന്റെ പൊടി നമ്മൾ മേളിൽ ഇങ്ങനെ ഒരു ചിരട്ട മതി, ജസ്റ്റ് വിതറി കൊടുക്കുന്നു. ഈ അരിഞ്ഞ കപ്പയൊന്ന് ചെറുതായിട്ട് മുകൾ ഭാഗം ഒന്ന് മൂടത്തക്ക രീതി വളരെ കുറച്ച് മതി. വേപ്പിന്റെ പിണ്ണാക്കിന് നല്ല വിലയാണ്, അതുകൊണ്ട് വളരെ കുറച്ച് ഒന്ന് ചേറി കൊടുക്കുന്നു. വീണ്ടും ഒരു സാൻഡ്വിച്ച് മോഡൽ പോലെ വീണ്ടും അരിഞ്ഞ കപ്പ വീണ്ടും ഇട്ട് കൊടുക്കുന്നു. വീണ്ടും ഒരു 2 കിലോ കപ്പ അരിഞ്ഞിടുന്നു. വീണ്ടും അല്പം ഇതുപോലെ വേപ്പിന്റെ പിണ്ണാക്ക് പൊടി ഇടുന്നു. ഇത് ഏകദേശം ആവർത്തിച്ച് ബാരലിന്റെ ഒരു 1/4 ഭാഗത്തോളം നിറയ്ക്കുക. വേറെ ഒന്നും ചെയ്യണ്ട. ബാരൽ ഭംഗിയായിട്ട് ക്ലോസ് ചെയ്യുക. അതായത് എന്തെങ്കിലും മസ്ലിൻ അല്ലെങ്കിൽ ചണച്ചാക്കിന്റെയോ അല്ലെങ്കിൽ നല്ല ഒരു തുണി കൊണ്ട് ഈച്ചയോ മറ്റ് ഇതൊന്നും കയറാത്ത രീതിയിൽ അടച്ചു വെക്കുന്നു. ഇതിന് വേറൊരു ഗുണമുണ്ട്. ഇത് ഗ്യാസ് ഓട്ടോമാറ്റിക്കലി കപ്പ എന്ന് പറഞ്ഞാൽ വളരെയധികം സ്റ്റാർച്ച്, അന്നജം അടങ്ങിയ ഒരു പദാർത്ഥമാണല്ലോ. അതുകൊണ്ട് ഇത് വളരെ ശക്തിയായിട്ട് ഇത് ആൽക്കഹോൾ വരെ ഇപ്പം ഉണ്ടാക്കിയെടുക്കാവുന്ന റിസർച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട്. സർക്കാർ കപ്പയിൽ നിന്നും മാറ്റിയെടുക്കാമെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ നിന്ന് ഗ്യാസ് നല്ല ഈ വേപ്പിന്റെ പിണ്ണാക്ക് പൊടിയുടെ ആയതുകൊണ്ട് ഗ്യാസ് ഫോം ചെയ്യും. അതുകൊണ്ട് ടൈറ്റായിട്ട് അടച്ചു വെക്കണമെന്നില്ല. ചിലപ്പോൾ കട്ട് കുറഞ്ഞ ബാരലാണെങ്കിൽ അത് ഗ്യാസ് കൂടിയിട്ട് പൊട്ടി പോകാനുള്ള സാധ്യത വരെ ഉണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ലിഡ് അടച്ചു വെച്ചാൽ മതി. മറ്റ് ഈച്ചയോ ഒന്നും കയറാത്ത രീതി, കൊതുക് ധാരാളമായിട്ട് ഉണ്ടാകാതിരിക്കാനോ. സാധാരണ രീതിയിൽ ഇത് കൊതുക് ഉണ്ടാകത്തില്ല. ഇത് ബാരലിനകത്ത് ഇട്ട് കഴിഞ്ഞ് നമ്മളൊരു 2 ആഴ്ച ആകുമ്പോഴത്തേക്ക് ഇതിലെ കപ്പയിലെ എല്ലാവിധ അടങ്ങിയിരിക്കുന്ന കണ്ടന്റും ഈ വേപ്പിന്റെ പൊടിയായിട്ട് മിക്സ് ചെയ്ത് നല്ല ഒന്നാം തരം ഒരു ഫെർമെന്റ് ചെയ്ത ഒരു എല്ലാത്തരം സൂക്ഷ്മ ജീവികളുടെ ഒരു കൂട്ട് തന്നെ ഉണ്ടാവുന്നതായിരിക്കും. ഞാനിപ്പം കപ്പയും വേപ്പും കൂടെ പല ലെയറായിട്ട് തട്ടായിട്ട് ഇട്ട ഒരു മിശ്രിതമാണിത്. ഇത് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഇപ്പോഴത്തെ അവസ്ഥ നോക്കിക്കോളൂ. അതായത് തൈര് പൊന്തി നിൽക്കുന്ന പോലെ, നമ്മൾ കടഞ്ഞ തൈര് പൊന്തി നിൽക്കുന്ന പോലെ ഒരു അവസ്ഥ ഇതിനകത്ത് കാണാൻ പറ്റും. പെട്ടെന്ന് നോക്കിയാൽ ഇത് എന്താണ്? അതാണ് വേപ്പിന്റെയും ഈ കപ്പയുടെയും ഗുണം. ഇത് രണ്ടും കൂടെ നല്ലപോലെ പുളിച്ചിട്ട് ഇതിനകത്ത് ഗ്യാസ് കുറച്ച് പോയിട്ടുണ്ട്. പുറത്തുനിന്ന് നിന്ന് നോക്കിയാൽ തൈര് കട്ടയായിട്ട് കിടക്കുന്ന നോക്കാം. ഇത് നമ്മളൊരു 2 കിലോ ഇത് വാരിയെടുത്തിട്ട് ഒന്നുകിൽ നമ്മൾ ഇത് മറ്റു വല്ല ഇപ്പം പെട്ടെന്ന് വളരാൻ വേണ്ടിയിട്ട് പ്ലാവ് ഇവിടെ നിൽപ്പുണ്ട്. ഞാൻ ഇത് വേറൊന്നും ചെയ്തിട്ടില്ല. ഈ വിയറ്റ്നാം എയർലി എന്ന് പറഞ്ഞ പ്ലാവിന്റെ ഗ്രാഫ്റ്റ് വെച്ചിട്ടുണ്ട്. ഇതിന് ഈ വളം മാത്രമേ ഇട്ടിട്ടുള്ളൂ.
നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാകും. ഇത് അടിവളമായിട്ടും പിന്നെ ഒരു നട്ട് കഴിഞ്ഞ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ 2-3 മാസം കഴിയുമ്പോഴും ഇടയ്ക്കൊന്ന് ഇട്ട് കൊടുത്തു. വേരിന്റെ വളർച്ച ഭംഗിയായിട്ട് കൂടിയിട്ട് അതുപോലെ തന്നെ വേര് വളരുന്നതിനൊപ്പം മേളോട്ടുള്ള മേൽ വളർച്ചയും കണ്ട് അത് ഒരു 2 വർഷം കൊണ്ട് തന്നെ ആവശ്യത്തിന് ചക്ക അതിൽ 2-2.5-3 വർഷത്തിനുള്ളിൽ തന്നെ നല്ല രീതിയിൽ ചക്ക അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. നല്ല തേനിന്റെ കൂട്ട് തന്നെ പണ്ടത്തെ നമ്മുടെ വരിക്കച്ചക്ക തേൻ വരിക്ക പോലെ തന്നെ ഉള്ള ഒരു ഗുണമുള്ള ചക്ക. കാരണം മറ്റു വളങ്ങളൊന്നും ചെയ്യാത്തത് കൊണ്ട് ഈ 2 രീതിയിൽ നമുക്കിത് ആപ്ലിക്കബിൾ ആകാം. മണ്ണിനകത്ത് ഇത് ഇപ്പൊ എടുത്തിട്ട് ഞാൻ ഒന്നുകൂടെ നിങ്ങളെ കാണിക്കാം. ഇത് ഞാൻ ഒന്നുകൂടെ പരിചയപ്പെടുത്തുവാണ്. അതാ നമ്മൾ ഈ കപ്പയും വേപ്പും കൂടെ ഉണ്ടാക്കിയ ആ മിശ്രിതം ബാരലിനകത്ത് കടന്ന് ഈ അവസ്ഥയായിട്ടുണ്ട്. പുറമേ നമ്മൾ നോക്കുമ്പോൾ കട്ട തൈരാന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇത് ഒന്നുകിൽ വളം ഇതേപോലെ തന്നെ കപ്പയ്ക്കോ എന്തുതരം വിളകൾക്കും നമുക്ക് ഒന്ന് മണ്ണ് മാന്തി ഇട്ട് കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്താൽ നല്ല രീതിയിൽ അതിൻ്റെ വിളവ് ഉണ്ടാകുന്നതായിരിക്കും. അത് കൂടാതെ ഇത് അല്പം കൂടെ ആദായകരമാകാൻ, ഒന്നുകൂടെ നമുക്ക് ലാഭകരമാക്കാൻ ഒരു 200 ലിറ്ററിന്റെ ബാരൽ എടുക്കുക. ഇതൊരു 5 കിലോ ആ ബാരലിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഏകദേശം ഒരു 90%-ഓളം 200 ലിറ്ററിന്റെ ഒരു 175 ലിറ്റർ വെള്ളം ചേർക്കുക. 175 ലിറ്ററോളം വെള്ളം ചേർത്ത് കഴിഞ്ഞ് ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും തുണി കൊണ്ടോ അടച്ചു വെക്കുക. അടച്ചു വെക്കുന്നതിനൊപ്പം മുകളിൽ ഒരു ലിഡൂടെ വെച്ച് ഒരു അടപ്പൂടെ വെച്ച് ഭംഗിയായിട്ട് അടച്ചു വെക്കുക. 2 ദിവസം കൂടുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഈ തൈര് നമ്മൾ കടയുന്ന പോലെ ആയിരിക്കും ഈ വേപ്പിന്റെയും കപ്പയും കൂടെ ഫെർമെന്റ് ചെയ്ത് പുളിച്ച ഒരു ഭാഗം മുകളിലോട്ട് വന്ന് ഇങ്ങനെ നിൽക്കുന്ന കാണാം. ഈ ബാരലിനകത്ത് വേപ്പിന്റെ ഈ കപ്പയും കൂടെ ഉള്ള ഈ മിശ്രിതം, ഇതിന്റെ അട്രാക്ഷൻ, ഒരു മണവും ഇതൊക്കെ ആയിട്ട് ഇതിനകത്ത് ധാരാളം പുളിക്കുമ്പോൾ തന്നെ പുഴുക്കളുണ്ടാവും. മൃതശരീരം ചീയുമ്പോൾ എന്ത് സാധനം ചെയ്യുന്നിടത്ത് പുഴുക്കളുണ്ടാവും. ഇത് മൃതശരീരം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പുഴുക്കളാണ്. കാഡിസ് ഫ്ലൈയുടെ ലാർവകളാണ് യഥാർത്ഥത്തിൽ അതിൽ ഉണ്ടാകുന്നത്. അത് കഴിക്കാനായിട്ട് ഇതിന്റെ ധാരാളം മിശ്രുകൾ ഇതിനകത്ത് വന്ന് കയറി ഇത് കഴിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഒപ്പം ഇതുകൊണ്ട് നമ്മൾ പയറിന്റെയോ വെണ്ടയുടെ എന്തെങ്കിലും ഒരു പച്ചക്കറിയുടെ ഒരു തോട്ടത്തില് അല്ല ഇടത്ത് നമ്മൾ കൊണ്ടിടുകയാണെന്നുണ്ടെങ്കിൽ ഈ മിശ്രുകള് വന്ന് അവർക്ക് ആഹാരം കിട്ടും. വേറൊരു തരത്തില് ഈ ഇലയിൽ കൂടെ ഉണ്ടാക്കിയിട്ട് അവരുടെ ഒരു ആവാസ വ്യവസ്ഥ ഉണ്ടാക്കിയിട്ട് പയറിലെ പുഴുക്കളെയും മീലിമുട്ടയോ മുഞ്ഞയോ അതിനെ ഭക്ഷണമാക്കുകയും അവർക്ക് നമ്മുടെ പച്ചക്കറിയെ സംരക്ഷിക്കുകയും കൂടെ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് 2 രീതിയിൽ ഇതിന്റെ ഗുണമുണ്ട്. ഒരു കീടം മിത്രമായിട്ടുള്ള ഒരു വളവും കൂടാണ്. അതുപോലെ തന്നെ നമ്മുടെ കീടങ്ങളെ ഇല്ലാതാക്കാനുള്ള പറമ്പിലെ നമ്മുടെ നീറുകളെ മിശ്രുകളെ ആകർഷിക്കാനൂടെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു വളക്കൂട്ടും കൂടാണ്. 2 രീതിയിൽ ഗുണം ചെയ്യുന്നതായിരിക്കും. ഇത് ദയവായിട്ട് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. വളരെ സിമ്പിളാണ്. അതിന്റെ ഗുണം നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു.